അസ്സലാമു അലൈക്കും. അധികാരത്തോട് അല്ലെങ്കിൽ പവറുള്ള ആളുകളോട് അടുപ്പം കാണിക്കുന്നത് നല്ലതാണോ, അതോ അത് നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയി ചാടിക്കുമോ? ഖുർആനിലെ 9-ാം ജുസ് ഈ ഒരു ചോദ്യത്തിന് വളരെ മനോഹരമായൊരു ഉത്തരം തരുന്നുണ്ട്. ഈ ദുനിയാവിലെ പവറിന്റെ ഒരു ആകർഷണീയത, അതിന്റെ ഒരു കെണി, പിന്നെ യഥാർത്ഥ ആത്മീയ ശക്തിയിലേക്കുള്ള വഴി, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. കാരണം പുറമേ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുമെന്ന് തോന്നുന്ന ഒന്നാണ് അധികാര കേന്ദ്രങ്ങളോടുള്ള അടുപ്പം. പക്ഷേ ആ അടുപ്പം യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും വലിയ ശക്തിയുടെ ഉറവിടമായ അല്ലാഹുവിൽ നിന്ന് അകറ്റുകയാണെങ്കിലോ? അതൊരു വലിയ കെണിയല്ലേ? ഈ ജുസ് ആ കെണിയെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഈയൊരു ചർച്ച തുടങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളായ ഫിറോണിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ കഥയിലൂടെ ഖുർആൻ ഒരു അടിസ്ഥാനപരമായ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത്, സമൂഹത്തിൽ അധികാരവും ശക്തിയുമുള്ള ആളുകളുമായിട്ട് അടുത്തുകൂടിയാൽ ഒരു സുരക്ഷിതത്വവും സ്ഥാനമാനങ്ങളുമൊക്കെ കിട്ടുമെന്നത് മനുഷ്യന്റെ ഒരു പൊതുവായ ചിന്തയാണ്. പക്ഷേ അത് ശരിയാണോ? മൂസാ നബിയുമായി മത്സരിക്കാൻ വന്ന മജീഷ്യൻസിനോട് ഫിറൗൻ എന്ത് വാഗ്ദാനമാണ് നൽകിയതെന്ന് നോക്കിക്കേ. പണമോ പദവിയോ മാത്രമല്ല ഓഫർ ചെയ്തത്, അതിനേക്കാൾ വലിയൊരു കാര്യമാണ്: നിങ്ങളെന്റെ ഏറ്റവും അടുത്ത ആളുകളായി മാറും. മുഖർറബീൻ, അതായത് സാമീപ്യം. ഈ ദുനിയാവിലെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രലോഭനം അതായിരുന്നു. ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ് വരുന്നത്. അന്തസ്സും സ്ഥാനമാനങ്ങളും തേടി നമ്മൾ സൃഷ്ടികളോടടുപ്പം കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഫിറോൻ വാഗ്ദാനം ചെയ്ത ആ സാമീപ്യം ഒരു മരീചിക പോലെയായിരുന്നു. അവസാനം അതവരെ നാശത്തിലേക്കാണ് എത്തിച്ചത്. അപ്പോ ഫിറൗണിന്റെ ആ പൊള്ളയായ വാഗ്ദാനമല്ല യഥാർത്ഥ ആദരവെങ്കിൽ പിന്നെ എവിടെയാണത് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഉത്തരം വളരെ ലളിതമാണ്: അല്ലാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൽ. നോക്കൂ, ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന്. ഫിറോൺ ഓഫർ ചെയ്തത് ഒരു മനുഷ്യനോടുള്ള സാമീപ്യമാണ്, അതിന്റെ അവസാനം അപമാനമായിരുന്നു. എന്നാൽ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് സുജൂദിലൂടെ അവനോട് അടുക്കാനാണ്. അതിന്റെ ഫലമോ യഥാർത്ഥവും എന്നെന്നും നിലനിൽക്കുന്നതുമായ ആദരവ്. പ്രവാചകന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. നമ്മൾ ഏറ്റവും വലിയ വിനയം കാണിക്കുന്ന, നമ്മുടെ നെറ്റി തറയിൽ വെക്കുന്ന ആ നിമിഷത്തിലാണ് ഒരടിമ അല്ലാഹുവുമായി ഏറ്റവും അടുക്കുന്നത്. അതിന്റെ അർത്ഥമെന്താണ്? നമ്മുടെ യഥാർത്ഥ ശക്തിയും ഉയർച്ചയും വരുന്നത് സിംഹാസനങ്ങൾക്ക് മുന്നിൽ തല കുനിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ വീഴുമ്പോഴാണ്. ചില സമയങ്ങളിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പോലും നമുക്കൊരു പരീക്ഷണമായി മാറാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞു ജനിക്കുന്നത്. എങ്ങനെയാണ് അത്രയും വലിയൊരു അനുഗ്രഹം നമ്മളെ വഴിതെറ്റിക്കുന്നത്? ഇവിടെയാണ് ഷിർക്ക് എന്ന വലിയൊരു അപകടം കടന്നുവരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഷിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട സ്ഥാനത്തേക്ക് മറ്റെന്തിനെങ്കിലും കൊണ്ടിരുത്തുന്നതാണ്. യഥാർത്ഥ സുരക്ഷിതത്വവും ശക്തിയുമൊക്കെ നമ്മൾ തേടേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. പക്ഷേ നമ്മളത് സൃഷ്ടികളിൽ നിന്ന് തേടാൻ തുടങ്ങുമ്പോഴാണ് ഷിർക്ക് സംഭവിക്കുന്നത്. ഖുർആൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഒരു പവർ നോക്കിക്കേ. സ്വയം സൃഷ്ടിക്കപ്പെട്ടവരാണ്, ഒന്നുമുണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ്. അങ്ങനെയുള്ള ഒന്നിനെയാണോ നിങ്ങൾ സർവശക്തനായ അല്ലാഹുവിന് പങ്കാളിയായി വെക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യം മാത്രം മതി ബഹുദൈവാരാധനയുടെ അടിത്തറയിളക്കാൻ. കാരണം ആരാധനയ്ക്ക് അർഹൻ സൃഷ്ടാവ് മാത്രമാണ്, സൃഷ്ടികളല്ല. സൃഷ്ടികളുടെ ആ കഴിവില്ലായ്മ ഖുർആൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റില്ല. എന്തിന്? അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള ദുർബലമായ ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ സർവശക്തനായ റബ്ബിന്റെ സ്ഥാനത്ത് വെക്കുന്നത്? ഇതുവരെ നമ്മൾ സംസാരിച്ചത് തെറ്റായ വഴികളെക്കുറിച്ചാണ്, അല്ലേ? ഇനി നമുക്ക് ഈ ജുസിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് അല്ലാഹുവിന്റെ വിളി കേൾക്കുന്നത്, നമ്മുടെ നിർജീവമായി പോയ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്നത്? ഈ ആയത്താണ് ഈ ചർച്ചയുടെ എല്ലാം കാതൽ. അല്ലാഹുവും റസൂലും നിങ്ങളെ വിളിക്കുന്നത് എങ്ങോട്ടേക്കാണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക്. ഇത് നമ്മുടെ ഈ ശാരീരികമായ ജീവിതമല്ല, മറിച്ച് ആത്മാവിന്റെ, ഹൃദയത്തിന്റെ യഥാർത്ഥ ജീവിതമാണ്. ആ ജീവൻ കിട്ടണമെങ്കിൽ ദൈവിക ബോധനങ്ങൾക്ക് ഉത്തരം നൽകിയേ പറ്റും. ഇവിടെ ഉപയോഗിച്ച ഇസ്തിജാബ എന്ന വാക്കിന് വലിയൊരർത്ഥമുണ്ട്. അത് വെറുതെ ഒരു മറുപടി പറയലല്ല. ഒരു സംശയവുമില്ലാതെ, ചോദ്യം ചെയ്യാതെ, ഒരു നിമിഷം പോലും വൈകാതെ ഉത്തരം നൽകുന്നതിനാണ് ഇസ്തിജാബ എന്ന് പറയുന്നത്. ഈമാന് ഉടനടിയുള്ള പ്രവൃത്തി ആവശ്യമാണ് എന്നത് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഇസ്തിജാബ എന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയുണ്ടോ? മദ്യം നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന വന്നപ്പോ സ്വഹാബികൾ എന്തുകൊണ്ട്, എങ്ങനെ എന്നൊന്നും ചോദിച്ച് സമയം കളഞ്ഞില്ല. കൽപ്പന കേട്ട ഉടൻ അക്ഷരാർത്ഥത്തിൽ
മദീനയുടെ തെരുവുകളിലൂടെ മദ്യം ഒഴുകിപ്പോയി. അതാണ് ഉടനടിയുള്ള അനുസരണം. ഇതേപോലൊരു സംഭവമാണ് ഹിജാബിന്റെ കൽപ്പന വന്നുപോഴും നടന്നത്. മുഹാജിറുകളായ സ്ത്രീകൾ ആ ആയത്ത് കേട്ടതും തങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വലിച്ചുകീറി ശരീരം മറച്ചു. വീട്ടിലെത്താൻ വേണ്ടി പോലും അവർ കാത്തുനിന്നില്ല. ചോദ്യങ്ങളില്ല, സംശയങ്ങളില്ല. സമയന വ അതാന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയ അടയാളം. ഈ ഒരു അനുസരണം ഇവിടെ നിന്നാണ് വരുന്നത്. അത് നമ്മുടെ തലച്ചോറിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഖുർആൻ സംസാരിക്കുന്ന ഹൃദയം വെറുമൊരു മാംസകഷ്ണമല്ല, അത് നമ്മുടെ ആത്മീയമായ കേന്ദ്രമാണ്. ഇതൊരു പക്ഷേ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ചിത്രമായിരിക്കാം, പക്ഷേ ചിന്തിക്കേണ്ട ഒന്നാണ്. അല്ലാഹുവിന്റെ വിളി കേൾക്കാത്ത, അതിനോട് പ്രതികരിക്കാത്ത ഒരു ഹൃദയം ആത്മീയമായി മരിച്ചതിന് തുല്യമാണ്. ആ ഹൃദയം വഹിക്കുന്ന നമ്മുടെ നെഞ്ച് പിന്നീടൊരു ഖബരസ്ഥാനായി മാറുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അല്ലാഹു നമ്മളെ കൈവിടുന്നില്ല. ഈ ആയത്ത് നോക്കൂ. അല്ലാഹു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ മറയിടും. ഇതൊരു താക്കീത് മാത്രമല്ല, വലിയൊരു വാഗ്ദാനം കൂടിയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് അവിശ്വാസമോ സംശയങ്ങളോ കടന്നുവരാൻ ശ്രമിക്കുമ്പോൾ അതിനും നമ്മുടെ ഹൃദയത്തിനുമിടയിൽ ഒരു സംരക്ഷകനായി, ഒരു പരിചയായി അല്ലാഹു നിലകൊള്ളും. ഈ സംരക്ഷണം എത്രത്തോളം പ്രധാനമാണെന്നറിയണമെങ്കിൽ ശൈത്താന്റെ ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവൻ 4 ഭാഗത്തുനിന്നും വരും. ഭാവിയെക്കുറിച്ച് പേടിപ്പിച്ചു മുന്നിൽ നിന്നും, ദുനിയാവിനോടുള്ള ആർത്തി കൂട്ടി പിന്നിൽ നിന്നും, ദീനിൽ സംശയങ്ങളുണ്ടാക്കി വലതുവശത്തുനിന്നും, പാപങ്ങളിലേക്ക് ക്ഷണിച്ച് ഇടതുവശത്തുനിന്നും. എന്നാൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നൊരു ഹൃദയത്തിനു ചുറ്റും അവനൊരു കോട്ട പണിയും. ആ കോട്ടയെ ഭേദിക്കാൻ ശൈത്താന് കഴിയില്ല. ഇതൊക്കെ കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പതിവായി ചെയ്തിരുന്നത്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ കയ്യിലല്ല, അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ആയുധമാണത്. അപ്പോ ഈ യാത്രയുടെ അവസാനത്തില് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഹൃദയം ആരുടെ വിളിക്കാണ് കാതോർക്കുന്നത്? ഈ ദുനിയാവിലെ അധികാരത്തിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കോ, അതോ നമുക്ക് യഥാർത്ഥ ജീവൻ നൽകുന്ന അല്ലാഹുവിന്റെ വിളിക്ക് ഉടനടി ഉത്തരം നൽകാനത് തയ്യാറാണോ? ആ ഉത്തരം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെയുണ്ട്.